ഹായ് ഗായ്സ് വെൽക്കം ടു ന്യൂ വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടർക്കിയിലെ ഡേ 2 ആണ് കേട്ടോ കാണിക്കുന്നത്. സോ ഡേ 1 കഴിഞ്ഞു. ഡേ 2 നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കുകയാണ് മുകളിൽ. സോ 6th ഫ്ലോറിലാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അവർ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവിടുത്തെ ഒരു സ്പ്രെഡാണ് കേട്ടോ, നമ്മുടെ ബ്രെഡും പിന്നെ കുറേ ഐറ്റംസ്, എഗ്ഗ്, കുറേ വെജിറ്റബിൾസ്, സാലഡ്സ്, ചീസ്, അങ്ങനെയൊക്കെയുള്ളൊരു ഇറ്റ് വാസ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. അപ്പം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അടുത്ത് തന്നെ നല്ലൊരു മോസ്ക് ഉണ്ട്, നല്ലൊരു സൺറൈസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ട്രാവൽ കാർഡ് എടുത്തുകൊണ്ട് തന്നെ ട്രാവൽ കാർഡ് വെച്ചിട്ട് നമുക്ക് ട്രാം ആണെങ്കിലും ബസ്സാണെങ്കിലും പിന്നെ ട്രെയിൻ ആണെങ്കിലും ഫെറി ആണെങ്കിലും എല്ലാറ്റിനും നമുക്ക് ട്രാവൽ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പം ടർക്കിയിൽ ഇച്ചിരി ചീപ്പാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ട്രാവൽ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലാട്ടെ കയറിയത്. പക്ഷേ അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞപ്പോൾ ഹാലിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ടർക്കിയുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു സൺസെറ്റ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം വന്നിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രാമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടത് ചെറിയൊരു ടൂറിസ്റ്റ് സെറ്റപ്പ് ഉള്ളൊരു ട്രാമാണ്. അത് ഓൾഡസ്റ്റ് ട്രാമാണ്. അത് ജസ്റ്റ് ഫോർ ദ ടൂറിസ്റ്റ് ആ ഒരു സ്ട്രീറ്റിൽ കൂടെ പോകാനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരുന്നതാണ്. ഇതാണെങ്കിൽ പ്രോപ്പർ ട്രാൻസ്പോർട്ട് ട്രാമാണ്. അങ്ങനെ നമ്മൾ ബ്ലൂ മോസ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്കിൻ്റെ വ്യൂ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ചെസ്നട്ട് ഓരോരോ കോർണറിൽ ഇങ്ങനെ ചെസ്നട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവട്ടെ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ചക്കക്കുരു ഇല്ലേ, അത് ചുട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു പോഷ് വേർഷൻ എന്ന് പറയാം. ബിക്കോസ് ഇറ്റ്സ് വെരി ഒരു കൈൻഡ് ഓഫ് ഹാർഡും അല്ല സോഫ്റ്റും അല്ല, ഇൻ ബിറ്റ്വീൻ സംതിങ്. ആൻഡ് നല്ലൊരു ചൂയാണ്. പിന്നെ എന്താ പറയുക, വെരി യമ്മി ആക്ച്വലി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. സോ യെസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോരോ ഇങ്ങനെ മോണ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോരോ ഗൈഡ്സ് വന്നിട്ട് അവരുടെ ടീമിന് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇവിടുത്തെ കിങ്ങിന് മുന്നേ ഓരോരോ കൺട്രിയിലെ കിങ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കുറേ മോണ്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മെമ്മോറിയലായിട്ട് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ലൈക്ക് AD. അത് അപ്പോൾ നമുക്ക് തന്നെ വിചാരിക്കാൻ പറ്റും എത്ര നാൾ മുന്നത്തെയാണ്. സോ ദിസ് ഈസ് ഫ്രം ഈജിപ്തിലെ കിങ് എന്നാണ് അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റിയത്. This is another like a structure which is there and yeah, ഇറ്റ്സ് ലൈക്ക് ഓൾഡസ്റ്റ്. കാരണം AD ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ആണ് കേട്ടോ അത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മോസ്കിൻ്റെ അങ്ങോട്ടാണ് ഇനി പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ ഗൈഡാണ് കേട്ടോ ഇത്. പുള്ളിക്കാരൻ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമായിരുന്നു. സോ യെസ്, നമ്മൾ നെക്സ്റ്റ് നടന്നു പോകുന്നത് മോസ്കിൻ്റെ അടുത്തേക്കാണ്. സോ യെസ്, അതൊരു ഭയങ്കര ഒരു ബ്രത്ത് ടേക്കിംഗ് വ്യൂ എന്ന് പറയില്ലേ. സോ അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. ബിക്കോസ് ഇഫ് യു ക്യാൻ സീ, നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ സീ ദ സ്ട്രക്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ദിസ് ഈസ് നോ വേർഡ്സ് ആക്ച്വലി. കാരണം അത്രയും നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ കുറേ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ. വീക്കെൻഡ്സാണ് നമ്മൾ പോയത്, സാറ്റർഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ ആൾക്കാർ, കുറേ വിസിറ്റേഴ്സ്, ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സോ യെസ്, ഇറ്റ് വാസ് എ ബിറ്റ് ക്രൗഡി ആൻഡ് വൈബ്രൻറ്റ് പ്ലേസ്. ക്വൈറ്റ് ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതിൻ്റെ മുകളിലുള്ള ഒരു സ്ട്രക്ചർ, അതിൻ്റെ ആർട്ടിസ്റ്റിക് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിങ്ങനെ കണ്ടിരിക്കാനായിട്ട് തോന്നുന്നൊരു വ്യൂ ആണ് എൻ്റെ മുകളിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി വെരി പീസ്ഫുൾ, വെരി ക്വയറ്റ് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ബ്ലൂ മോസ്ക് എന്ന് വരാൻ കാരണം അതിൻ്റെ ആ ഒരു ജനൽ പാളി, ആ ഒരു ചില്ലുണ്ടല്ലോ, അതൊക്കെ ബ്ലൂ കളറിലാണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഹീ ടോൾഡ് അസ്. അപ്പം ദിസ് ഈസ് സം വേ, ദിസ് ഈസ് ജസ്റ്റ് ഭയങ്കര ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ആ ഒരു അതിൻ്റെ ഉള്ളിൽ പോയാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം എന്നുള്ളതാണ്. നമ്മൾ അബുദാബി പോയപ്പം ഷേഖ് സയ്യിദ് മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ അതിൻ്റെ ഒരു മെമ്മറിയൊക്കെ വന്നു നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഇനദർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഹാഗിയ സോഫിയ ആണ്. ഹാഗിയ സോഫിയ പറഞ്ഞാൽ ഇവിടുത്തെ ഈ മ്യൂസിയം പോലെ ഓൾഡസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഹാഗിയ സോഫിയ ആണ്. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല. സോ നമ്മൾ പുറത്തൂടെയൊക്കെ നടന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. ആൻഡ് യെസ്, ദാറ്റ് വാസ് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പം വി ആർ ഹാവിങ് എ ഗുഡ് ടൈം ആക്ച്വലി. നമ്മൾ പിന്നെ വീക്കെൻഡ്സിലാട്ടോ അങ്ങോട്ട് പോയത്. ബിക്കോസ് യൂഷ്വലി ഞങ്ങൾക്ക് വീക്കെൻഡ്സ് ഓഫാണ്. അപ്പം ഒരു 2 ദിവസം കൂടി എക്സ്ട്രാ ഓഫ് എടുത്തിട്ടാണ് നമ്മൾ ടർക്കി പാക്കേജ് എടുത്തത്. 4 days and 3 nights ഒരു പാക്കേജ് ആയിരുന്നു. നല്ലൊരു സ്റ്റേ ഒക്കെ.
പിന്നെ ഇത് അവിടുത്തെ ഒരു പാലസിലേക്കുള്ളൊരു എൻട്രിയാണ്. നമ്മൾ പാലസിനകത്തോട്ട് കയറിയില്ല. ജസ്റ്റ് നമ്മൾ ഔട്ട്സൈഡൊക്കെ ഒന്ന് നടന്നിട്ട് വന്നെന്നേ ഉള്ളൂ. ബിക്കോസ് അവിടെയും ഇത് പറഞ്ഞ പോലെ ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നില്ല. സോ വി ഡിഡ്ന്റ് റിയലി വെൻറ്റ് ഇൻ ദിസ് പാലസ്. പക്ഷേ നമ്മൾ പുറത്തൂടെയൊക്കെ കുറച്ചൊന്ന് നടന്നു. എന്തുകൊണ്ടോ നല്ല വെതറായിരുന്നു കേട്ടോ. നമ്മൾ പോയ 3 ദിവസങ്ങൾ 4 ദിവസങ്ങളിൽ നമുക്ക് നല്ല വെതറായിരുന്നു ഉണ്ടായിരുന്നത്. ഒട്ടും നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. ബിക്കോസ് നല്ലൊരു ലൈറ്റ് വെതർ. സൺ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സണ്ണുണ്ട്, എന്നാൽ ഭയങ്കര ചൂടൊന്നുമില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു വെതറൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ടൈം നമുക്ക് എന്തെങ്കിലും റൈസ് ഐറ്റംസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നുണ്ട്. ബിക്കോസ് ഇവിടുത്തെ റൈസ് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു സ്റ്റിക്കി റൈസ്, അങ്ങനത്തെ വൈറ്റ് റൈസ്, സ്റ്റിക്കി റൈസ് അങ്ങനത്തെ ഒക്കെ റൈറ്റായിരുന്നു. പിന്നെ ബൾഗർ റൈസ് എന്ന് പറഞ്ഞോട്ട് ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ലൈക്ക് ഗോതമ്പൊക്കെ പോലത്തെ അങ്ങനത്തെ ഒക്കെ റൈസ് ആയിരുന്നു ഫസ്റ്റ് ഡേ കഴിച്ചത്. സോ ദാറ്റ് വാസ് നോട്ട് മൈ ഫേവറേറ്റ്. എനിവേ, അപ്പോൾ നമ്മൾ ഒരു യമനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മന്തി യമനീസിൻ്റെ ആണല്ലോ. അപ്പോൾ നമുക്ക് മന്തി കഴിക്കാനുള്ള ഒരു ആഗ്രഹം വന്നു. ആൻഡ് ഓൾസോ അവിടുത്തെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടേബിൾ ആൻഡ് ചെയർസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഫുഡ് ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് അവരുടെ ഒരു ടൊമാറ്റോയുടെ സോസാണ് കേട്ടോ വന്നത്. സോ ടൊമാറ്റോ അത് ഫ്രഷ്ലി ഗ്രൈൻഡഡ് ആണെന്ന് തോന്നുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കൊറിയാണ്ടറോ മിൻറ്റ് അങ്ങനത്തെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ദിസ് വാസ് വെരി വെരി ടേസ്റ്റി. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് 2 പേർക്കും ചോറ് കഴിക്കുന്നത് തന്നെയാണ് കൂടുതലിഷ്ടം. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര ടേസ്റ്റിയാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഇവരുടെ മെയിൻ ഐറ്റമാണ്. സോ ഇറ്റ്സ് ലൈക്ക് നാനൊക്കെ പോലത്തെ കുറച്ചൊരു ഡ്രൈ വേർഷനാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ബ്രെഡ് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ്. സോ അതും ഒരു മീറ്റിൻ്റെ ഒരു കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് അതാ വന്നേ. സോ യെസ്, വി ആർ ഹാവിങ് ദാറ്റ്. വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വെരി ടേസ്റ്റി. ബിക്കോസ് നമ്മൾ ആ ബ്രെഡ് കംപ്ലീറ്റ്, ഇറ്റ് വാസ് എ ബിഗ് വൺ, പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ ദാറ്റ് വാസ് അവർ കൈൻഡ് ഓഫ് സ്റ്റാർട്ടർ എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് ലൈക്ക് എ മെയിൻ കോഴ്സ് ഓൺലി. പക്ഷേ നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് 2 പേർക്കും 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റൈസാണ്. റൈസ് ഐറ്റംസിൽ ഒന്ന് മന്തി റൈസ്, പിന്നെ മധൂത് റൈസ്, പിന്നെ ഒരു ഗ്രിൽ ചിക്കൻ, പിന്നെ അതൊരു ഭയങ്കര ഫ്ലേവറില്ലാത്ത എന്നാൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള വേറൊരു കൈൻഡ് ഓഫ് ചിക്കൻ ഐറ്റമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് വി ആർ ട്രൈയിങ് ദ ബ്രെഡ് ആൻഡ് ദ കറി വിച്ച് വാസ് ലവ്ലി ആൻഡ് യമി. ഞാൻ ഏറ്റവും നല്ല മന്തി കഴിച്ചിട്ടുണ്ടായിരുന്ന നാട്ടിൽ എവിടെയെന്ന് വെച്ചാൽ മംഗലാപുരത്ത് മന്തി സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള മന്തിയാണ് എനിക്ക് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്തി എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവരുടെ മധൂത് റൈസ് കഴിച്ചപ്പം ഇതാണ് ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ്. പക്ഷേ ഇതിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഓപ്ഷനില്ല. അവിടെ ടക്കി പോയാൽ ഇവിടെ നിന്ന് കഴിക്കാമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഓപ്ഷനൊന്നുമില്ല. പക്ഷേ മധൂത് റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റൈസാണ്. കാരണം ആ കാണുന്ന ആ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ കാണുന്നതാണ് മധൂത് റൈസ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള. സോ വി ഹാഡ് എ നൈസ് ലഞ്ച് ആൻഡ് വി സിറ്റ് ദെയർ ഫോർ സം ടൈം. സോ നമ്മളിനി മടങ്ങുകയാണ് കേട്ടോ. മടങ്ങിയിട്ട് നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്കാണ് പോകുന്നത്. ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ആൻഡ് യെസ്, നല്ലൊരു വൈബാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ കാണുന്നതും നമുക്കിങ്ങനെ ചീപ്പാണോ എന്ന് ചോദിച്ചാൽ ചീപ്പാണ്. പക്ഷേ ഒത്തിരി കൂടി ചീപ്പൊന്നുമില്ല. പക്ഷേ UK കമ്പയർ ചെയ്ത് നോക്കുമ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് നല്ലൊരു റേറ്റിന് കിട്ടുന്നതാണ് ഇവിടെ. ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഇല്ലാത്തൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഓരോരോ ഷോപ്പിലും ഓരോരോ ഐറ്റംസാണ്. ഇതൊക്കെ കാണുന്ന റിയൽ ഗോൾഡാണ്. ആൻഡ് യെസ്, നമ്മൾ അവിടെ നിന്ന് എനിക്ക് 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദറ്റ് വാസ് വെരി നൈസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 ഷർട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ചിങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. നെക്സ്റ്റ് പോയത് സ്ട്രോബെറി പ്ലസ് ദുബായ് ചോക്ലേറ്റ് അതിൻ്റെ ഒരു അത് കഴിക്കാനായിട്ടായിരുന്നു. ആൻഡ് വി ഹാഡ് സം ഫ്രഷ് ജ്യൂസ് ഓൾസോ ഫ്രം ദെയർ. ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ചോക്ലേറ്റും സ്ട്രോബെറി ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് ആക്ച്വലി ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ് ലണ്ടനിൽ നിന്ന്. ഇത് വാസ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്. ബിക്കോസ് ദുബായ് ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി എന്ന് പറയുമ്പം വേറൊരു ഫ്ലേവറാണ് കിട്ടിയത് നമുക്ക്. ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അനദർ വൺ ഈസ് മറ്റേ പൊമോഗ്രാനൈറ്റില്ലേ നമ്മുടെ അനാർ, അതിൻ്റെ ജ്യൂസാണ്. ഇവിടെ ഏത് കോർണറിൽ നോക്കിയാലും ദർ വിൽ ബി എ ജ്യൂസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടാവും. സോ യെസ്, ഫ്രഷ്ലി അവർ സ്ക്യൂസ് ചെയ്ത് ബോട്ടിലാക്കി നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ എല്ലാ ദിവസവും 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. ഇനി നമ്മൾ നോക്കിയിട്ട് പോകുന്നത് ആക്ച്വലി കുറച്ച് സ്വീറ്റ്സ് നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു ഒരു നല്ലൊരു ഷോപ്പുണ്ട്. ബിക്കോസ് ആൾ സ്ഥിരമായിട്ട് അവിടെ പോകുന്നതാണേ.
സോ യെസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സാണ് അവിടെ ഉള്ളത്. ടർക്കിഷ് ഡിലൈറ്റ് ഉണ്ട്. ടർക്കിഷ് ഡിലൈറ്റ് ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കണ്ട പൗഡേഴ്സൊക്കെ ടീ പൗഡേഴ്സാണ്. ഓരോ ഫ്രൂട്ടിൻ്റെ ടീ പൗഡേഴ്സാണ് നമ്മളവിടെ കണ്ടത്. അതൊന്നും നമ്മൾ ട്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ദീസ് ആർ ലൈക്ക് ഡിഫറെൻറ്റ് യമ്മി ലൈക്ക് ജെല്ലി കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സ്. അല്ലാത്ത ചോക്ലേറ്റ്സ് ഉണ്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളത് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ദെൻ ആക്ച്വലി ഹി ഗെയിം മീ എ ഫ്രൂട്ട് ടീ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഈ ഒരു ഫ്ലേവറാണ്. ഇത് പോമോഗ്രാനൈറ്റ് ഫ്ലേവറിൻ്റെ ഒരു ടീ ആണ്. സോ all of them are like fruit tea powders, different flavors, apple, kiwi. I don't know how they make it. Anyway, it was very yummy. We tried the pomegranate tea. So എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടെ. പിന്നെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു ഹാലിഷിൻ്റെ ബ്രിഡ്ജാണ് കേട്ടോ അത്. സോ അവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ, നല്ലൊരു പീസ്ഫുൾ വ്യൂ ആണ്. സോ യെസ്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, ദേ ആർ ടേക്കിംഗ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് എക്സെട്ര. ആൻഡ് യെസ്, അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തു. നിയർലി എ സൺസെറ്റ് ആൻഡ് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയേ. നമ്മുടെ ടർക്കി ട്രിപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേ ആണെന്ന്. ഡേ അല്ല, ആക്ച്വലി ഈവനിങ് ആയിട്ടുണ്ട്. സോ ഹമാം ബാത്ത് ടർക്കിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ടർക്കിഷ് ഹമാം ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര് പോവാണ്. സോ ഈ ഒരു ഗ്രാൻഡ് ഹോട്ടൽ ഹാലിച്ച്, അവിടെയാണ് നമ്മുടെ ഹമാം ബാത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ ലിറ്റിൽ ബിസി ദെയർ. സോ അവർ നമ്മളോട് പറഞ്ഞു കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ടൈം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ അവർ ബാത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദ തിങ് ഈസ്, ഇവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞൊക്കെ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവറിൽ പറയുന്നത്. ഇറ്റ് വാസ് റിയലി എ ഗുഡ് എക്സ്പീരിയൻസ് ടു ഹാവ് എ ഹമാം ബാത്ത് ഇൻ ടർക്കി. നമ്മൾ ട്രഡീഷണൽ ഹമാം ബാത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ ടർക്കിഷ് ഹമാം ബാത്ത്. സോ അതിനകത്ത് ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സോനയല്ല, ഫസ്റ്റ് സ്റ്റീം ബാത്താണ്. സ്റ്റീം ബാത്തിൻ്റെ അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ക്ലേ മസാജ് ഉണ്ട്, ഒരു ക്ലേ ഫേഷ്യൽ ഇട്ട് തരും. എന്നിട്ട് നമുക്ക് സോനയിൽ കൊണ്ടിരുത്തിയതിന് ശേഷം അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്യാം. സോ സോന റൂമൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സ്റ്റീം ബാത്ത് ആണെങ്കിലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഈ ഒരു ട്രിപ്പിൽ വൺ ഓഫ് ദ ഗുഡ് മെമ്മറിയാണ് ടു ഹാവ് ടർക്കിഷ് ട്രഡീഷണൽ ടർക്കിഷ് ഹമാം ബാത്ത് എന്ന് പറയുന്നത്. സോ എനി ടൈം ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു ടർക്കി, ദിസ് ഈസ് റിയലി എ ഗുഡ് recommendation. So you can try the Turkish hammam bath there. So it was like after we were sitting in a sauna, then they took us to the real hammam bath session. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നമ്മളെ ഫുള്ള് തേച്ചൊരച്ച് സ്ക്രബ് ചെയ്ത്, എന്തോ ഒരു സ്ക്രബ് ഉണ്ട് അവരുടെ. സോ അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. എന്തോ ഒരു സ്പെഷ്യൽ സോപ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര ബബിളാക്കിയിട്ട്, ഇതിന് ഹോട്ട് ബബിൾ ബാത്ത് ഒന്നും പറയാറുണ്ട് കേട്ടോ. സോ യു ആർ ജസ്റ്റ് ഫുള്ളി കവേർഡ് ഇൻ എ ബബിൾ ആൻഡ് യാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദിസ് ഇസ് ലൈക്ക് ഒരു സ്പാ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. So that was all about day 2 in Turkey. So we had a very, very good day in Turkey on day 2 also. So see you soon with the day 3 trip in Turkey. Thank you so much for watching.